ഹായ് കൂട്ടുകാരെ, കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മിന്നുവിൻ്റെയും ഉമ്മണിക്കോഴിയുടെയും കഥ കേട്ടാലോ? കൊച്ചു കൂട്ടുകാർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കഥയാണ്. മിന്നുവിൻ്റെ കോഴിയാണ് ഉമ്മിണി. സ്നേഹം കൂടുമ്പോൾ പുന്നാരോ ഉമ്മിണി എന്നവൾ നീട്ടി വിളിക്കും. പാടത്തോ പറമ്പിലോ എവിടെയായാലും ഉമ്മിണിക്കോഴി അവൾക്കരികിലേക്ക് പറന്നെത്തും. പിന്നെ മിന്നുവിൻ്റെ കാലിൽ കൊക്കുകൾ കൂട്ടി ഒരുമയുള്ള സ്നേഹപ്രകടനമായി. അവളുടെ കയ്യിൽ നിന്നും തീറ്റ കൊത്തി തിന്നാലേ ഉമ്മിണി മടങ്ങും. അതിനിടെ ഉമ്മിണിക്കോഴി 6 മുട്ടകളിട്ടു. മുട്ടകൾ വിരിയിച്ചെടുക്കാൻ അടയിരിക്കുന്ന ഉമ്മിണിക്കരികിൽ തന്നെയായിരുന്നു മിന്നു എപ്പോഴും. ഒരു നാൾ 6 മുട്ടകളും വിരിഞ്ഞു. കൊക്കുരുമ്മി കുഞ്ഞിച്ചിറകുകൾ വീശിയെത്തിയ 6 പേർക്കും അമ്മയെപ്പോലെ പ്രിയപ്പെട്ടവളായിരുന്നു മിന്നു. പാത്തും പതുങ്ങി നടക്കുന്ന പൂച്ചക്കുട്ടനിൽ നിന്നും, കള്ളക്കണ്ണിട്ട് പറക്കുന്ന പരുന്തച്ഛനിൽ നിന്നും, മരക്കൊമ്പിൽ വിളിച്ച് ചാഞ്ഞും ചരിഞ്ഞും മുളിനോട്ടമിട്ട് കരിങ്കണ്ണൻ കാക്കയിൽ നിന്നും ഉമ്മിണിയുടെ 6 മക്കളെയും കാത്തതും മിന്നുവായിരുന്നു. വീട്ടിനകത്തിരുന്ന് ചായ കഴിക്കുകയാണ് ഉമ്മിണിക്കോഴിയുടെ അലറിക്കരച്ചിൽ മിന്നു കേട്ടത്. അവൾ വേഗം പുറത്തേക്ക് ഓടി. കരിങ്കണ്ണൻ കാക്ക കുഞ്ഞിക്കോഴികളിൽ ഒന്നിനെ കൊത്തിയെടുത്ത് മരക്കൊമ്പിലേക്ക് പറക്കുന്ന കാഴ്ചയാണ് മിന്നു കണ്ടത്. അവളൊരു വലിയ കല്ലെടുത്ത് കരിങ്കണ്ണനെ നേർക്കെറിഞ്ഞു. ഭയന്ന കരിങ്കണ്ണൻ കുഞ്ഞിക്കോഴിയെ ഉപേക്ഷിച്ച് പറന്നു. വീഴ്ചയിൽ കാലിന് മുറിവ് പറ്റിയ കുഞ്ഞിക്കോഴിക്ക് ശകലം മുറിവ് പറ്റി. അതെല്ലാം അവൾ മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്തു. സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചെത്തിച്ചതും മിന്നുവായിരുന്നു. ഒരു ദിവസം പൂന്തോട്ടത്തിലൂടെ നടക്കുകയായിരുന്ന മിന്നുവിനെ വലിയ ശബ്ദമുണ്ടാക്കിയെത്തിയ ഉമ്മിണിക്കോഴി കൊത്തി. മിന്നുവിന് കാലിൽ നൊന്തു. വീണ്ടും വീണ്ടും ആഞ്ഞു കൊത്തിയപ്പോഴാണ് മിന്നു ശ്രദ്ധിച്ചത്. എന്താ ഇവളിങ്ങനെ കൊത്തുന്നത് എന്ന് നോക്കിയപ്പോഴാണ് താൻ നടക്കുന്ന വഴിയിലെ പുൽത്തകിടിയിൽ ഒരു പാമ്പ്. താനത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നെങ്കിൽ പാമ്പ് കടിച്ചേനെ. പാമ്പിനെ നേരത്തെ കണ്ട ഉമ്മിണിക്കോഴി തന്നെ രക്ഷിക്കാനായി പിന്നോട്ടേക്ക് വിളിച്ചതായിരുന്നു. താൻ പുറകോട്ട് മാറിപ്പോകാൻ വേണ്ടി അവൾ കാണിച്ചതായിരുന്നു ആ വേല. മിന്നു തിരിച്ചറിഞ്ഞു അത്. അവൾക്ക് സന്തോഷമായി. അവൾ മിന്നുകോഴിയെ വാരിയെടുത്തു തൻ്റെ മാറോട് ചേർത്തു. ഞാൻ വായിച്ച ഒരു കുഞ്ഞു കഥയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ? എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി പറഞ്ഞത് ഈ കഥ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീണ്ടും ഒരു കഥയുമായി കാണാം. ബൈ.